ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത്. ഒരു സന്തോഷമല്ല, 2 സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാണ്, നമ്മുടെ സ്ഥലം എഴുതാൻ പോവുകയാണ്. നാളത്തേക്ക് ഞാൻ നമ്മുടെ രജിസ്ട്രേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിൻ്റെയൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയേക്കുമായിരുന്നു. ബാങ്കിനൊക്കെ സാങ്ഷൻ ആയിട്ട് 2 ദിവസമായി. ഞാൻ ലൈവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ബമ്പർശ്ശേരി വന്ന് ഞാൻ എൻ്റെ ജീവിതകഥ ആദ്യമായിട്ട് പറഞ്ഞ സമയം മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് എനിക്ക്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ നാളത്തെ കഴിഞ്ഞാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും വീഡിയോ ഒക്കെ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എനിക്ക് എന്നോട് ഉണ്ടാവണം, അത് ഞാൻ പറയണം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, ഒത്തിരി ആൾക്കാർ ചോദിച്ചു, സുധിമോളെ ഞങ്ങൾ ആ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. ഒന്നത്തെ കാര്യം, ഞാൻ എൻ്റെ വീഡിയോ എടുക്കണേ പിറവം കൂത്താട്ടോളം വരെ പോകണം. അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പോകാൻ. അപ്പോൾ വിവരങ്ങൾ അറിയിച്ചേക്കാം എന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു കുഞ്ഞ് കിടന്ന് കരയുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ കൊച്ചിനെ ആട്ടോ ആദ്യമായിട്ട് കണ്ടത്. അത്ര ഭയങ്കര വിഷമം തോന്നി എനിക്ക്. ആസ് പ്രമോഷൻസിന് വീഡിയോ ചെയ്യാൻ പോയതാണ്. ആ അമ്മ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോൾ ആ കൊച്ചിന് 60,000 രൂപ വിദ്യാഭ്യാസമുള്ള പൈസ എല്ലാവരും പിരിച്ച് നമ്മൾ കൊടുത്തു. അപ്പോൾ ആ പൈസ കൊടുത്ത് കൊച്ച് ക്ലാസ്സിൽ ചേർന്നു. ഫുൾ എമൗണ്ട് 60,000 രൂപ അടച്ചു. പിന്നെ ഹോസ്റ്റൽ ഫീസ് എന്തോ ഉണ്ടായിരുന്നു, അതും അടച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈസകളൊക്കെ ഉള്ളൂ. പിന്നെ അവരാ ഇരുന്ന സ്ഥലത്തുനിന്ന് ബസ്സൊക്കെ റൂട്ട് പോകുന്ന ഒരു ടൗണിലോട്ട് പായസക്കട മാറ്റി. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ അമ്മ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, മോളെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മോൾ ഒന്നുകൂടെയും പഠിക്കുമെന്നോ ഇങ്ങനെ കോളേജിൽ പോകാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. സുധിമോളെ വിളിക്കുമ്പോഴും ഞങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു. ദൈവം സഹായിച്ച് എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോയി. ഞങ്ങളുടെ ജീവിതം ഒന്ന് സെറ്റാക്കി വരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അതുപോലുള്ള സാധാരണക്കാർ ഒത്തിരി ആൾക്കാർ പ്രാർത്ഥന ഉണ്ടാകും എൻ്റെ കൂടെ. അത് ഒരു ഭയങ്കര ദൈവാനുഗ്രഹം പോലെ എനിക്ക് ഇരിക്കുന്നത്. കാരണം എനിക്കൊരു അമ്മയില്ലാത്ത ഒരാളുണ്ട്. അമ്മ വിളിച്ച് കരഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനപ്പോൾ പറഞ്ഞ കാര്യമൊന്നും വേറെ ഒന്നുമില്ല, അമ്മ സങ്കടപ്പെടേണ്ട, ചിലപ്പം നിയോഗം ഞാൻ അവിടെ വന്ന് വീഡിയോ എടുക്കുക എന്നുള്ളതായിരിക്കും ദൈവം നിയോഗിച്ചിരുന്നത്. അതായിരിക്കാം ഞാൻ വന്ന് വീഡിയോ ചെയ്തപ്പോൾ അവരുടെ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത്. എന്താണേലും എനിക്ക് അത്രയും വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റിയത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാർ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആൾക്കാരുണ്ടല്ലോ, അവരോട് ഞാൻ എൻ്റെ കൈകൂപ്പി നന്ദി പറയുന്നു. അപ്പോൾ ആ കുഞ്ഞവൾ പഠിക്കാൻ ചേർന്നു. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് നടക്കും. ബാക്കി എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.